അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അങ്ങനെ മാമാസിൻ്റെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന റെസ്പോൺസിന് ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് സഹകരണവും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മളെ വിശേഷം നമ്മളെ ഉച്ചക്കില്ലേ ഊണ് കാണിച്ചു. അങ്ങനെ മുളകും പൊടി ഇടാതെ ബത്തൽ മുളകിട്ടീൻ്റെ റെസിപ്പി കാണിച്ചു തരാം. മുളകിട്ടതല്ല, ഒരു മുളക് കറിയുടെ റെസിപ്പി. നല്ല ടേസ്റ്റ് ആട്ടോ അത്. അതിന് നമ്മൾ ആദ്യം കുറച്ച് കാന്താരി പോയി പറിച്ചതല്ല കേട്ടോ, നമ്മളെ മുറ്റത്ത് തന്നെ അല്ലതാണ്. ഫ്രഷ് കാന്താരി പറിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂട്ടിക്കാണ്ട് ഇടികല്ലുമിട്ട് ചതച്ച്. ഇനി നമുക്ക് ബത്തലും അയിലമീനുമാണ് കേട്ടോ കിട്ടിയത്. ബത്തലൊക്കെ നന്നാക്കിങ്ങാണ്ട് നല്ലോണം ക്ലീൻ ആക്കിങ്ങാണ്ട് കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ കൊടുന്ന് വെച്ചു. അയിലമീനും അതേമാതിരി ആക്കി വെച്ചു. പിന്നെ 2 തക്കാളി കഴുകിങ്ങാണ്ട് അരിഞ്ഞ് വെച്ചു. മീഡിയം തക്കാളിയാണ്, അധികം വലുതൊന്നും. തക്കാളി അരിഞ്ഞുകാണ്ടാണ് ഞാൻ ഇടുന്നത്. ഇപ്പം തക്കാളി മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് ഒഴിക്കേനി നന്നായിരുന്നത്. ഇന്നിവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അരിഞ്ഞേക്കാണ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ദേശം പുളി എടുത്തുങ്ങാണ്ട് വെള്ളത്തിലിടുക. ഒരു നാരങ്ങ പുളി എടുത്തുങ്ങാണ്ട് കഴുകിങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇവിടെ ആ പുളി നല്ലോണം ഒന്ന് കൈ വെച്ചുകാണ്ട് ഉണ്ടി പിഴിഞ്ഞുകാണ്ട് പൊരിക്കാനില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് പുളി പിഴിഞ്ഞ് പറന്നുകാണ്ട് മീനൊന്ന് കായം കൂട്ടി വെച്ചു, അയില മീൻ. പിന്നെ അടുപ്പ് കത്തിച്ചു. നല്ല പുക വരുന്നുണ്ട് അടുപ്പ്. ചട്ടി അടുപ്പത്ത് വെച്ചു. കറണ്ട് ഇല്ല, അതാണ് ക്ലിയർ ഇല്ലാത്തതേ. ലേശം വെളിച്ചെണ്ണ പറന്നു. നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ, നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. തേങ്ങ കുറച്ച് ഞാൻ വാങ്ങി, കുറച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നിരുന്നു. അങ്ങനെ നോമ്പുകൾക്ക് ആട്ടി വെച്ചതാണ്. അങ്ങനെ അതിൽ മീൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ലേശം ഉലുവ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഉലുവ ഇട്ടു. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുള്ളിയും കൂടി ചതച്ചത് ഇട്ടുകൊണ്ട് ഒന്നിട്ട് വഴറ്റിയെടുക്കുക. അധികം മൂക്കണ്ട, ഒന്ന് ആ പച്ചമണം മാറുന്നത് ഇതുവരെ ഒന്നിട്ട് വഴറ്റുക. അത് വഴറ്റി കഴിയുമ്പോഴത്തേന് നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണാണ് കേട്ടോ, വലിയ സ്പൂണല്ല. എന്നിട്ട് അതിട്ടുകൊണ്ട് നല്ലോണം ഒന്നിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്നിട്ട് വഴറ്റുക. എന്നിട്ട് ഒന്നിട്ട് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കാന്താരി മുളകും ചതച്ച് വെച്ച കാന്താരി മുളകും ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് മൂടി വെക്കുക. അവിടെ കടന്ന് വേകട്ടെ. അത് തക്കാളി അടിച്ചതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ എളുപ്പം ഉടഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അതവിടെ കടന്നുകൊണ്ട് ഒന്നിട്ട് വേകട്ടെ. പിന്നെ മൂടിയെ തുറന്ന് നോക്കിയപ്പം വെന്തിക്കണ്. അതിൽ ലേശം ഉപ്പിട്ടുങ്ങാണ്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി ഉടച്ചുങ്ങാണ്ട് ലേശം കരിയേപ്പ് 2-3 അല്ലി കരിയേപ്പ് ഇട്ടുങ്ങാണ്ട് അതൊന്നും കൂടി ഇളക്കിങ്ങാണ്ട് മൂടി വെക്കുക. ഒന്നും കൂടി ഞാൻ ലേശം പുളി വെള്ളത്തിലിട്ടിന് പിഴിഞ്ഞുങ്ങാണ്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടത് അത് പിഴിഞ്ഞാണ്ട് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിനി. എന്നിട്ട് ആ പുളി പിഴിഞ്ഞതും കൂടി കൂട്ടിങ്ങാണ്ട് ഇതിലേക്ക് പാർന്ന് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ നല്ലോണം കറി വേണം, എല്ലാവരും കറീൻ്റെ ആൾക്കാരാണ്. അങ്ങനെ വെള്ളം പാർന്ന് വെച്ചുകൊണ്ട് മൂടി വെക്കുക. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി തുറന്ന് നോക്കി. അപ്പം കറി തിളച്ചിട്ടില്ല, തിളച്ച് വരട്ടെ. നമ്മൾ കറി തിളച്ച് വന്നപ്പോഴത്തേന് കറണ്ട് ഏതായാലും വന്നിട്ടിരിക്കുന്നു. സമാധാനം, ഇവരെയും കറണ്ട് ഇല്ലാതെ ഇനി നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച മീനെടുത്തുങ്ങാണ്ട് കറിക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒന്ന് ഇളക്കിങ്ങാണ്ട് നല്ലോണം ഒന്ന് മൂടി വെക്കുക. അവിടെ കടന്നുങ്ങാണ്ട് അങ്ങനെ തിളച്ച് ഒരു 3-4 തിളച്ചുകൊണ്ട് ഇങ്ങനെ വേവട്ടെ. അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിനി. അപ്പോൾ ഒക്കെ പാകത്തിനാണ്. അതിനെ മൂടി വെച്ചു. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. എന്താ വെന്തിക്കണം. ഇപ്പോൾ മീൻ ഷാറായിക്കണം. ഞാൻ വാങ്ങി വെച്ചുകൊണ്ട് ലേശം പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക, പാർന്ന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നല്ലോണം അടച്ച് വെച്ചു ഇടക്കട്ടെ. ഇനി നമുക്ക് മീൻ പൊരിക്കാല്ലേ ചട്ടി അടുപ്പത്ത് വെക്കുക. ഈ അടുപ്പത്ത് തന്നെ പൊരിച്ചെടുക്കുക വിചാരിച്ചുകൊണ്ടേ ഞാൻ അപ്പം ചുടലും ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ, ചീയപ്പം ചുടൽ. അപ്പം നഞ്ഞ് എടുത്ത ചോയലുണ്ടായിനി അവിടെ. അപ്പോൾ അത് പാർന്ന് കൊടുക്കുന്നു. ചട്ടിയൊന്ന് ചൂടാട്ടോ, അതിൽ ചൂടായി വരട്ടെ. നമുക്ക് മീൻ ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുക്കലേക്ക്. ഇങ്ങനെ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റ്. നിങ്ങൾ പൊരിച്ചതുണ്ടോ അറിയില്ല, പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻ ഓരോന്നായി ചട്ടിക്ക് ഇങ്ങനെ പൊരിക്കുന്നുണ്ട്. അതിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അവിടെ കിടന്നുങ്ങാണ്ട് മീൻ വേവട്ടെ. എന്നിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോഴത്തിന് പിന്നെ ഞാൻ മീൻ വെച്ചത് അലൂമിനിയം ചട്ടിയിലാണ്. എനിക്ക് ഇഷ്ടമല്ല അലൂമിനിയം ചട്ടിയിൽ വെക്കണത്. പക്ഷേ മൺചട്ടി ഉണ്ടതിനെയൊക്കെ പൊട്ടി കഴിഞ്ഞിരിക്കണ്. ഇനി പുതിയത് കിട്ടിയിട്ട് വേണം.
അപ്പോൾ അതിന് നമ്മളിനി ഇങ്ങനെ കറിവേപ്പിൻ്റെ ഞാൻ എന്ത് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് അത് ആ മീനിൻ്റെ മുളക്ക് നല്ലൊരു രുചിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഞാൻ അങ്ങനെ വേവട്ടെ മീൻ ഒന്ന് മൂടി വെച്ച്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റാക്കി കണ്ടിടുകൊണ്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ടോയെന്നോ അതോ പുളി പിഴിഞ്ഞുകാണ്ട് ഉണ്ടാക്കലുണ്ടോ അതോ സുർക്കയാണോ പാരിൽ. ഞാൻ ചിലപ്പോൾ സുർക്കാരും, പക്ഷേ സുർക്കൻ്റെ ചേറെ എനിക്ക് ടേസ്റ്റായി തോന്നിയത് ഇങ്ങനെ പുളി പിഴിഞ്ഞുകാണ്ട് മീൻ പൊരിക്കുമ്പോഴാണ്. പിന്നെ ഞാൻ മീൻ പിന്നെ കായം കൂട്ടിങ്ങാണ്ട് പൊരിച്ചിട്ട് അതിന്മേൽ നാരങ്ങ നീര് പിഴിയലുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ട് പുളിക്കും വേണ്ടിക്കാണ്ട്. നമ്മളപ്പോഴത്തേന് നമ്മൾ വർത്താനം പറഞ്ഞപ്പോഴത്തേന് മീൻ ഒരു ഭാഗം വന്നു. കുറച്ച് പാത്രങ്ങളുണ്ടായിന് അത് അതിൻ്റെ ഇടയിൽ കഴുകി വെച്ചു. മീനൊന്ന് മറിച്ചിടട്ടെ. കണ്ടോ മീൻ ഉഷാറായി വന്നിക്കണം ഒരു ഭാഗം. അപ്പോഴത്തേന് മീൻ മറിച്ചിട്ടു. ഇനി ഒന്നും കൂടി അവിടെ കിടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോൾ ഞാൻ തീ എടുത്തുകൊണ്ട് മാറ്റിയിട്ടു. ഇനി ആ കണലിന് കിടന്ന് അങ്ങനെ വേകട്ടെ. ഇത് പിന്നെ മുകളിൽ ശേഷം കരിവേപ്പിൻ്റെ ഇല കട്ട് ചെയ്തത് ഒന്നും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ മീനട വന്നു. ഇനി ചോറ് കൊടുക്കട്ടെ എല്ലാവരും. അങ്ങനെ ചോറ് വിളമ്പി. അതിൻ്റെ മുന്നേ ഓരോരുത്തർ വിളമ്പി തിന്നുകണ്. ഇനി മോളുണ്ട് തിന്നാൻ, ഓക്ക് വിളമ്പി കൊടുക്കട്ടെ. അങ്ങനെ കറി വാർന്നു, ചോറ് വിളമ്പി കറി വാർന്നു. മീനെടുത്തു. കണ്ടോ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഇതന്നെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ്. അങ്ങനെ മീൻ കറി പാർന്നു, 2 മീനെടുത്തു. ശേഷം അമ്പഴങ്ങ അച്ചാറിട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കൊണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അങ്ങനെ എല്ലാവരും ഉച്ചക്കത്തെ ഊണ് കഴിച്ചു. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല.